നല്ല അത്യാവശ്യം നല്ല കുലുക്കുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങാത്ത ആൾക്കാരൊക്കെ അറിഞ്ഞേക്കണം. ആ ഗ്രൂപ്പിൽ പോയ ഉറങ്ങാത്ത ആൾക്കാരൊക്കെ അപ്പൊ തന്നെ വന്ന് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ കുറെ ആൾക്കാര് പുറത്തിറങ്ങിക്കണം വീട്ടില്. നമ്മളിപ്പോ വയനാട് ഇന്നാളുണ്ടായത് ഇതേമാതിരിക്കന്നെ രാത്രി ഒരു 9 മണി 8 മണി ടൈമിൽ ഒരു ചെറിയ കുലുക്കം വന്നു. പിന്നെയാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് കുറെ ആൾക്കാരെ പുറത്താക്കി, കുറെ ആൾക്കാര് വീട് വിട്ട് പോകില്ല പറഞ്ഞവിടെ നിന്ന് അങ്ങനെയൊക്കെ ആണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. ആളുകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു. ഇവിടെ കുറെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിരുന്നു. ഇന്നലെ രാത്രിയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കോട്ടക്കൽ, ഊരകം, വേങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദവും അതോടൊപ്പം തന്നെ ഒരു കുലുക്കവും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ചില CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടക്കലിലെ കുഴിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയും വലിയ തരത്തിലുള്ള പ്രകമ്പനം ഉണ്ടായി. ഇവിടുത്തെ ചില വീടുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഒക്കെ പുറത്തുവരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്തുകാരായ ആളുകൾ നമ്മോടൊപ്പം ചേരുന്നത്. ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം അനുഭവപ്പെടുന്നത്? ഇന്നലെ ഒരു 11:20 ആ ടൈമിലാണ്. അപ്പൊ ഞാൻ കോട്ടക്കലിൽ നിന്ന് വന്ന് വീട്ടിൽ കയറി ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്താണ്. അപ്പൊ കാലൊക്കെ ഒരു വൈബ്രേഷൻ വന്നു. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് വിചാരിച്ച തേങ്ങ ടെറസിന്റെ മേലെ വീഴലുണ്ട്, അതാണ് വെച്ചിട്ട് കയറി നോക്കിയപ്പോൾ അതൊന്നുമല്ല. അപ്പൊ പിന്നെ ഗ്രൂപ്പുകളൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും എന്റെ ഒരു കുലുക്കം ഉണ്ടായെന്നൊക്കെ ചോദിച്ച ഗ്രൂപ്പുകളിലൊക്കെ കുയിപ്ല ന്യൂസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അപ്പൊ അതിലെല്ലാവരും സജീവമായിട്ട് ആ ടൈമിലുണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിക്കണമെന്ന് പറഞ്ഞത്. നല്ല മുഴക്കുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം ഒരു നമ്മളെ ഗുണ്ട് പടക്കൊക്കെ പൊട്ടിക്കുന്ന ആ സൗണ്ടാ വന്നത്. പിന്നെ ഒരു 11:45 ആ ടൈമായപ്പോൾ പറപ്പൂര് വീണ്ടും ഉണ്ടായി പറഞ്ഞിട്ട് പറപ്പൂരിന്ന് നമുക്ക് അവിടെയുള്ള ഒരാള് മെസ്സേജ് ചെയ്ത്. അപ്പൊ നമ്മളിവിടെ ടീം കേരള എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ. അപ്പൊ അതിനാണ് നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസും വന്നത്. അപ്പൊ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. കോഴിച്ചന, പിന്നെ അതുപോലെ കോട്ടക്കല്, ഊരകം, ഒതുക്കല് ആ ഭാഗത്തൊക്കെ ഉണ്ടായി എന്നുകൊണ്ട് ഗ്രൂപ്പിൽ വന്നത്. കുലുക്കുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല കുലുക്കുണ്ടായിരുന്നു. എല്ലാവരും ഉറങ്ങാത്ത ആൾക്കാരൊക്കെ അറിഞ്ഞേക്കണം. ആ ഗ്രൂപ്പിൽ പോയ ഉറങ്ങാത്ത ആൾക്കാരൊക്കെ അപ്പൊ തന്നെ വന്ന് എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ കുറെ ആൾക്കാര് പുറത്തിറങ്ങിക്കണം വീട്ടില്. നമ്മളിപ്പോ വയനാട് ഇന്നാളുണ്ടായത് ഇതേമാതിരിക്കന്നെ രാത്രി ഒരു 9 മണി 8 മണി ടൈമിൽ ഒരു ചെറിയ കുലുക്കം വന്നു. പിന്നെയാണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് കുറെ ആൾക്കാരെ പുറത്താക്കി, കുറെ ആൾക്കാര് വീട് വിട്ട് പോകില്ല പറഞ്ഞവിടെ നിന്ന് അങ്ങനെയൊക്കെ ആണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. ആളുകളൊക്കെ പുറത്തിറങ്ങിയിരുന്നു. ഇവിടെ കുറെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ എല്ലാവരും അറിഞ്ഞവരൊക്കെ അങ്ങാടിയിൽ വന്നു. പിന്നെ പോലീസ് വണ്ടി ഇവര് സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്, വേങ്ങര സ്റ്റേഷനിൽ നിന്ന്. അപ്പോ നമ്മളെ സുഹൃത്തുണ്ട് സിംജിത്ത് പറഞ്ഞ, അവന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴാണ് ഉണ്ടായത്, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു. ഓനോ അപ്പൊ ഉറക്കത്ത് പൊട്ടണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോ അവരും വിളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഗവൺമെന്റിന്റെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. പിന്നെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു തവണയാണ് ഉണ്ടായി. ഒരു തവണ ഇവിടെ ഒരു തവണ ഉണ്ടായി. പറപ്പൂര് ചോലക്കുണ്ട് ഭാഗത്ത് രണ്ടാമത്തെ 11:45 രണ്ടാമത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത് ശബ്ദം കേട്ടിരുന്നു? അങ്ങനെ ശബ്ദം കേട്ടിരുന്ന 11:15 സമയത്ത് ഞാൻ ഉദ്ദേശിച്ച അവിടെ എന്തെങ്കിലും വീണതാവും സീറ്റിന്റെ മേലക്ക് എന്നുള്ള. പിന്നെ നേരം വിളിച്ചിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിവരങ്ങളൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ് ഇതുള്ളത് എന്ന്. ഒരു കുലുക്കം പോലെ ഉണ്ടായിരുന്നു. ഗ്ലാസൊക്കെ കുലുങ്ങി. വലിയ പൊട്ട് സൗണ്ടാണ് കേട്ടത്. ഇതിലിപ്പം ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നത് എന്താ സംഭവം വ്യക്തമായിട്ട്? അതെ, സ്റ്റേഷനിൽ ഇവിടുന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്താ ഉണ്ടായത്, എന്താ അനുഭവപ്പെട്ടത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ കാര്യമായിട്ട് ഈ ഒരു ഒറ്റ സൗണ്ട് ഉണ്ടായിട്ടുള്ളൂ നമ്മളെ ഈ ഭാഗത്ത്. പറപ്പൂര് ഭാഗത്ത് രണ്ടാമത്തും വന്നു പറഞ്ഞുകൊണ്ട് പിന്നെയും കോളൊക്കെ വന്നിരുന്നു. അപ്പൊ എല്ലാരും പിന്നെ അറിഞ്ഞു. ഒരു 11:30 ടൈമായപ്പോ എല്ലാവരും മൊബൈലൊക്കെ വിളിച്ച്, കോള് ഉറക്കത്ത് പെടാത്തവരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ശബ്ദം കേട്ടിരുന്നു? അങ്ങനെ ശബ്ദം കേട്ടിരുന്നു. ഒരു 11:15 തന്നെയാണ് സമയത്തുണ്ടായത്. ഇവിടെ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം അതിന്. ഈ അധികൃതർ ഇതിന് ഒരു നിലപാടെടുത്തിട്ട് അത് അന്വേഷിച്ചിട്ട് കാര്യങ്ങള് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് ഭയങ്കര ഞങ്ങള് നാട്ടുകാരെല്ലാം കൂടി ഭയങ്കര പേടി തന്നെയാണ്. അപ്പൊ അത് അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്
ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പ്രദേശവാസികൾക്കും ഈ കുഴിപ്രക്കാർക്കും മൊത്തത്തിൽ പറയാനുള്ളത് ഈ അധികൃതർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കണം. എന്താണ് സംഭവിച്ചത് അവർ അന്വേഷിച്ച് വ്യക്തമാക്കണമെന്നുള്ളത് അല്ലേ? അതെ, ഇത് എന്താണെന്നുള്ളത് ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് അങ്ങനെയല്ലേ, ഇപ്പൊ നമ്മള് പരിസര പ്രദേശങ്ങളിൽ പോയി വയനാടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇതേമാതിരിയുള്ള രീതിയിലുള്ള ആദ്യം നമുക്കൊരു ഹിന്റ് തരും, ഭൂമി നമുക്കൊരു ഹിന്റ് തരും. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാൽ നമ്മളെ ശരീരത്തെ പോലെ തന്നെയാണ്. അറ്റാക്ക് വരാണെങ്കിൽ നമുക്കൊരു ഹിന്റ് കുറെ കാലം മുന്നേ തന്നെ തരുമല്ലോ. ഇത് ഈ ഭൂമിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മളുടെ ഹിന്റ് തരും. അപ്പൊ അത് അധികൃതർ ഇതിന് വേണ്ട നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഞങ്ങളെ ഈ പേടിയും കാര്യങ്ങളൊക്കെ അത് തീർത്തു തരണം എന്നുള്ളതാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. ഇന്നലെ രാത്രി ഒന്നും ഇവിടെ കൂടുതൽ ആൾക്കാർ, ഈ ഉണർന്ന ആൾക്കാരൊന്നും പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല. ആൾക്കാരെ ഒക്കെ റോട്ടും ഇറങ്ങിയിട്ടും അങ്ങാടിയിലൊക്കെ ആയിട്ട് എന്താ ഏതാന്നുള്ള അറിയില്ലല്ലോ. ഭൂമിയാണല്ലോ കുടുങ്ങിയിട്ടുണ്ടല്ലോ, അത് വേറെ ഒരു പടക്കം പൊട്ടിയതോ അങ്ങനെ ഒന്നും അല്ലല്ലോ. അപ്പൊ അധികൃതർ അതിന്റെ ലെവലില് ഓലൊക്കെ ബന്ധപ്പെട്ടു. അപ്പോ ആ സമയത്ത് ബന്ധപ്പെട്ടിരിക്കണോ, അപ്പൊ അതിന് വേണ്ട നടപടികൾ എന്താണ് പരിശോധിച്ച് എന്താണ് അതിന് എടുക്കാൻ പറ്റിയ ഉചിതമായ തീരുമാനം എന്തൊക്കെ നോക്കിയിട്ട് ഗവൺമെന്റ് ഇടപെടണം അത്ര പറയുന്നു. ഏതായാലും ഇന്നലെ രാത്രി സംഭവം ഉണ്ടായതിനു ശേഷം ആളുകളൊക്കെ ഒരു ചെറിയ പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അതൊരു ഭൂമികുലുക്കം അല്ല പ്രകമ്പനമായിരിക്കാം എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. ഏതായാലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇത് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കൃത്യമായി ഒരു വിവരം ജനങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ജനങ്ങൾ അത്തരത്തിൽ ഭയപ്പെട്ട് ഇന്നലെയൊക്കെ പുറത്തിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിലൊരു കൃത്യത എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഭൂമികുലുക്കമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകമ്പനമാണോ എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ജംഷീർ കുടിഞ്ഞ്, മീഡിയ 1, മലപ്പുറം.